സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പറച്ചിലും ചോദിക്കുന്നതും കേൾക്കുന്നതും ഇതിൽ പങ്കെടുക്കുന്നതും ഒക്കെ നമ്മുടെ മറ്റ് ഖിദ്മത്തുകളും ഒക്കെ നമ്മുടെ മറ്റ് അമലുകളും എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കി തരട്ടെ. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടാകുന്ന അമലായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് എല്ലാവരും കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു 3-4 ദിവസമായി ക്ലാസ് റൂമിൽ വരാൻ സാധിച്ചിട്ടില്ല, സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ചൊക്കെ ചോദ്യങ്ങളുണ്ട്, എന്നാലും കൂടുതലൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആണ്ട് സംബന്ധമായ ചില വിഷയങ്ങളിൽ സജീവമാവേണ്ടതുണ്ടായത് കാരണം ക്ലാസ്സിൽ റൂമിൽ കടക്കാൻ പറ്റാതിരുന്നതാണ് ഇതുവരെ. ഏതായാലും ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഏതാനും ചില ചോദ്യങ്ങൾ അതിൻ്റെ മറുപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ക്ലാസ് റൂമിൽ ശരിക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇവിടെ ശരിക്ക് സഹോദരിമാരുടെ മജീസിലൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ് റൂമിൽ കേൾക്കുന്നുണ്ട്. പിന്നെ മരുന്നുപയോഗിച്ച് മെൻസസ് നിർത്തി ഉംറ ചെയ്യാമോന്നാണ്. മരുന്ന് ഉപയോഗിച്ചിട്ട് മെൻസസ് നിർത്തിയിട്ട് ഉംറ ചെയ്യാമോ? എന്റെ സഹോദരന്മാരെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഉംറയിലാവട്ടെ ഹജ്ജിലാവട്ടെ ശുദ്ധി നിർബന്ധമുള്ളത് തവാഫിനാണ്. തവാഫുള്ള ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ പാടില്ല, പിന്നെ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല. പിന്നെ ചെറിയ ശുദ്ധിയെ തൊട്ടും വലിയ ശുദ്ധിയെ തൊട്ടും ഒക്കെ ശുദ്ധിയാവണം. പിന്നെ ഔറത്ത് മറക്കണം പോലെയുള്ള നിബന്ധനകളൊക്കെ തവാഫിന് ഷർത്താണ്. അതേസമയത്ത് തവാഫല്ലാത്ത വേറെന്നെല്ലാം അമലുകളുണ്ട് ഹജ്ജില് അല്ലേ? സഅയ് ചെയ്യുക, സഅയിന് ശുദ്ധി നിർബന്ധമില്ല, സുന്നത്താണ് ശുദ്ധി, അതേസമയത്ത് നിർബന്ധമില്ല. അപ്പൊ ഉംറയിൽ പാകുള്ള അമൽ എന്താണ്? തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, പിന്നെ മുടി നീക്കം ചെയ്യുക. ഈ 3 കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ആദ്യം ഇഹ്റാം ചെയ്യുക അല്ലേ? അത്രയുള്ള ഉംറയിൽ ആദ്യം എന്ത് ചെയ്യുക? ഇഹ്റാം ചെയ്യുക. ഇഹ്റാം ചെയ്യാതെ നിയ്യത്ത് വെക്കുക എന്നർത്ഥം. പിന്നെ അത് കഴിഞ്ഞ ശേഷം തവാഫ് ചെയ്യുക, പിന്നെ സഅയ് ചെയ്യുക, പിന്നെ മുടി നീക്കം ചെയ്യുക. അത്രയുള്ള ഉംറയിലെ അമൽ. അപ്പൊ അതിൽ പിന്നെ തവാഫിന് മാത്രമാണ് ശുദ്ധി നിബന്ധന ഉള്ളത്. അപ്പൊ ഹൈദുള്ള സ്ത്രീക്ക് തവാഫ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഉംറ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇഹ്റാം ചെയ്തു. ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അവൾക്ക് ശുദ്ധി ഇല്ല എന്നൊക്കെ, ഒരു കുഴപ്പമില്ല. പിന്നെന്ത് ചെയ്യണം? പിന്നെ അടുത്ത അമല് തവാഫാണ്. പക്ഷെ ആ തവാഫിന്റെ സമയത്ത് അവൾക്ക് ശുദ്ധി വേണം. തവാഫ് കഴിഞ്ഞെങ്കിൽ സഅയ് പറ്റൂ. സഅയിന് ശുദ്ധി വേണമെന്നില്ല, പക്ഷെ തവാഫിന് ശുദ്ധി വേണം. ഒളു വേണം. പിന്നെ ഹൈദ് ഉണ്ടാകാൻ പാടില്ല. വലിയ ശുദ്ധിയെത്തൊട്ടും ചെറിയ ശുദ്ധിയെത്തൊട്ടും നജസിനെ തൊട്ടൊക്കെ ശുദ്ധിയാവണം. അത് തവാഫിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ചോദ്യമല്ല ഈ ഗുളിക കഴിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ല ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ല പ്രയോഗങ്ങളും പ്രയോഗിച്ചുകൊണ്ടോ അവളുടെ മെൻസസ് നിർത്തി അങ്ങനെ എന്ത് ചെയ്തു? തവാഫ് ചെയ്ത് പറ്റുമോന്നാ? പറ്റും, അതുകൊണ്ട് വിരോധമില്ല എന്നാ. അപ്പൊ ആ മാസം ഹൈദ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, മെൻസസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മരുന്ന് കഴിച്ചു. അങ്ങനെ ചോര വരുന്നില്ല, രക്തം വരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത്? തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. യാതൊരു വിരോധവുമില്ല. അതാ. പിന്നെ അങ്ങനെ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നാണ്. മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മെൻസസ് നിർത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇസ്ലാമിൽ അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അതേസമയത്ത് അവരുടെ ആരോഗ്യത്തിന് അതുകൊണ്ട് ഹാനികരമായ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ആ നിലക്ക് വിരോധം ഉണ്ടാകും എന്നല്ലാതെ അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടോ മറ്റു മരുന്നുകൾ കഴിച്ചുകൊണ്ടോ മെൻസസ് നിർത്തി അങ്ങനെ തവാഫ് ചെയ്തു, അതുകൊണ്ട് വിരോധമില്ല. ഹനഫി പള്ളിയിൽ ഒരു ഖുത്ബ മാത്രം ഓതി എന്നാൽ തുടരാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. ഹനഫി പള്ളിയിൽ സാധാരണ, പിന്നെ ഹനഫി പള്ളിയിൽ നിന്നുള്ളതല്ല, ഹനഫി മദ്ഹബ് പ്രകാരം ജുമാക്ക് ഒരു ഖുത്ബയെ ഷർത്തുള്ളൂ. ജുമാക്ക് ഒരു ഖുത്ബയെ ഷർത്തുള്ളൂ. നമ്മൾ സാധാരണ ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്താണ്? 2 ഖുത്ബയുടെ ശേഷമായിരിക്കണം ജുമാ. അത് ജുമാ സഹീഹാവാനുള്ള ഷർത്താണ്. ഒരു ഖുത്ബ പോലെ 2 ഖുത്ബ വേണം, അത് ഷർത്താണ് നമ്മുടെ മദ്ഹബ് അനുസരിച്ച്. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഒരു ഖുത്ബയെ നിർബന്ധമുള്ളൂ. രണ്ടാമത്തെ ഖുത്ബ സുന്നത്താണ്, നിർബന്ധമില്ല.
അപ്പോൾ ഒരു ഹനഫി പള്ളിയിൽ ഒരു ഖുതുബ മാത്രം നിർവഹിക്കുകയും അങ്ങനെ നിസ്കരിക്കുകയും ചെയ്തു നിൽക്കുക, രണ്ടാമത്തെ ഖുതുബ ഓതാതെ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇല്ല, പറ്റുകയില്ല. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ആ ജുമാ സഹീഹ് അല്ല. കാരണം നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിബന്ധനയാണ് 2 ഖുതുബ വേണമെന്നുള്ളത്. അപ്പൊ അവിടെയാണെങ്കിലും ആ ഒരു ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ജുമാ സഹീഹ് ആയിട്ടില്ല നമ്മുടെ മദ്ഹബ് അനുസരിച്ച്. പിന്നെ നമുക്ക് തുടരാം എപ്പോൾ നാമും ആ മദ്ഹബ് സ്വീകരിക്കുക. ആ സമയത്ത് ഞാൻ ഈ ജുമാ നിസ്കാരം ഞാനും ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുക, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ജുമാ സഹിയാകുന്ന വിഷയങ്ങൾ നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം. വുളു ചെയ്യുമ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് വുളു സഹിയാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വുളു. പിന്നെ അങ്ങനത്തെ വിഷയങ്ങളുണ്ടല്ലോ, ജുമായോട് അനുബന്ധിച്ച വിഷയങ്ങളൊക്കെ, അതായത് ജുമായോട് അനുബന്ധിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ ആ മദ്ഹബ് അനുസരിച്ചും സഹിയാവുന്ന രീതിയിൽ ആവണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്ര വലിയ വിഷയം നല്ലത്. നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ വുളു ചെയ്യുകയാണെങ്കിൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ വുളു സഹിയായിട്ടുണ്ടാകും. ഷാഫി മദ്ഹബിലെ എല്ലാ സുന്നത്തും പാലിച്ചുകൊണ്ട് ഒരാളാണ്ട് വുളു ചെയ്തു, എന്നാൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ വുളു സഹിയായിട്ടുണ്ടാകും. അപ്പൊ അവന് പിന്നെ നിസ്കാരം അത് ഏത് മദ്ഹബ് അനുസരിച്ചും ചെയ്യാവുന്നതാണ്. ആ സമയത്ത് അത് ആ മദ്ഹബ് തഖ്ലീദ് ചെയ്താൽ മതി, ആ വിഷയത്തിൽ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ നിസ്കാരം കഴിഞ്ഞ ശേഷമായാലും മതി, ഒരു ഖുതുബ മാത്രമേ നടന്നുള്ളൂ എന്ന് എപ്പോഴാണ് അറിയുന്നത്? നിസ്കാരത്തിന് ശേഷം അറിയുന്നത്, അവിടെ ആ ഒരു ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ എന്ന്. അപ്പൊ തഖ്ലീദ് ചെയ്താലും മതി, ആയിക്കോട്ടെ, ഞാനിപ്പോ നിസ്കരിച്ച നിസ്കാരം ഹനഫി മദ്ഹബ് പ്രകാരമാണ് എന്ന് അപ്പോൾ കരുതിയാലും മതി, അപ്പോൾ സഹീഹാകും. ഓക്കെ. മറ്റൊരു ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ഉസ്താദെ, നമ്മുടെ കയ്യിൽ മാസം തോറും പൈസ കിട്ടുന്നു, അതിന്റെ സക്കാത്ത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ മാസം തോറും പൈസ കിട്ടുന്നതിന് സക്കാത്ത് എന്ന് പറഞ്ഞാലേ, പൈസന്റെ സക്കാത്തിന് 2 നിബന്ധന ഉണ്ട്. സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം. പൈസ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അതിന്റെ സക്കാത്ത് കൊടുക്കണതിൽ 2 നിബന്ധന. ഒന്ന്, നിസാബ് തികയുന്ന സംഖ്യ നമ്മുടെ കയ്യിൽ വരണം. അതായത് 595 ഗ്രാം വെള്ളിക്ക് വേണ്ടി വരുന്ന പൈസയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെ പൈസയോ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പൊ നിസാബ് തികഞ്ഞു. അപ്പൊ തന്നെ സക്കാത്ത് കൊടുക്കണം? വേണ്ട. 595 ഗ്രാം വെള്ളിക്ക് വേണ്ടി വരുന്ന സംഖ്യയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന് വേണ്ടി വരുന്ന സംഖ്യയോ നമ്മുടെ കയ്യിൽ വരികയും ആ സംഖ്യ ഒരു വർഷം നാം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അതാണ്. അപ്പൊ 595 ഗ്രാം സംഖ്യ, പിന്നെ വെള്ളിക്കത്തധികം പൈസ വേണ്ട, ഒരു 30,000 ഉറുപ്പ്യ ഉണ്ടായാൽ 595 ഗ്രാം വെള്ളി കിട്ടുമെന്നാണ് എന്റെ അറിവ്. ഒരു ഗ്രാമിന് എത്ര വില എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ശരി, 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ ഒരാളുടെ കയ്യിൽ വന്നു എന്ന് വെച്ചാൽ സുമാർ ഒരു 30,000 ഉറുപ്പിക ഒരാളുടെ കയ്യിൽ വന്നു. ആ 30,000 ഉറുപ്പിക കൈ കിട്ടിയ ഉടൻ തന്നെ സക്കാത്ത് കൊടുക്കൊന്നും വേണ്ട. പിന്നെ ആ 30,000 രൂപ അവൻ സൂക്ഷിച്ചു വെച്ചു. എത്ര സൂക്ഷിച്ചു വെച്ചു? ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ആ സംഖ്യ അവന്റെ അടുത്ത് ചെലവായി പോയിട്ടൊന്നും ഇല്ലേനും, അത് ചെലവഴിക്കാതെ അവൻ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പൊ മുഹറം 1 ഉദാഹരണം പറയാണ്, മുഹറം 1 നമ്മുടെ അടുക്കൽ ഒരു 15,000 പെട്ടി, അത് ചെലവാക്കാതെ അവിടെ വെച്ചു. സഫറിലും ഒരു 15,000 പെട്ടി, അപ്പൊ 30,000 ആയി അല്ലേ? അപ്പൊ സഫർ മാസം അവസാനത്തിൽ 30,000 രൂപ അഥവാ 595 ഗ്രാം സ്വർണത്തിന്റെ കാശ് അവന്റെ കയ്യിൽ വന്നു. ഇനി അടുത്ത സഫർ അവസാനത്തിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ 30,000 ഉറുപ്പ്യ ചെലവായി പോയിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ അതിൽ നിന്ന് നിസാബിനേക്കാളും താഴെ വരുന്ന സംഖ്യ ആയിട്ട് അത് ചുരുങ്ങിയിട്ടില്ലെങ്കിൽ, എന്നാൽ ആ ഒരു വർഷത്തിനിടയിൽ ആ പൈസ ചെലവായി പോയി, അതല്ലെങ്കിൽ അതിൽ കുറച്ച് പൈസ ചെലവായി പോയി, വർഷം അവസാനം ആയപ്പോഴോ ഈ 595 ഗ്രാം വെള്ളിക്ക് വേണ്ടി വരുന്ന സംഖ്യ അവന്റെ കയ്യിലില്ല നിൽക്കുക. എന്നാൽ സക്കാത്ത് നിർബന്ധമില്ല. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇനി ഒരാളെന്ത് ചെയ്ത്, ഇനി ചില ആളുകൾക്ക് പിന്നെ സഫർ അവസാനത്തിൽ 30,000 ആയി, പിന്നെ സഫർ റബീഉൽ അവ്വൽ അവസാനത്തിൽ ഒരു 15,000 ഉറുപ്പിക കൂടി കിട്ടി, അപ്പൊ 45,000 ആയി. അപ്പോൾ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയായത് സഫർ 30-നാണ്. അപ്പൊ അടുത്ത സഫർ 30-ന് അവൻ ആ 30,000-ത്തിന്റെ പിന്നെ സക്കാത്ത് കൊടുക്കുക. പിന്നെയോ
ഇനി സഫർ റബീഉൽ അവ്വൽ 15000, കഴിഞ്ഞ റബീഉൽ അവ്വൽ 15000 കിട്ടിയിട്ടുണ്ടല്ലോ. ആ 15000ത്തിന്റെ സക്കാത്ത് പിറ്റത്തെ റബീഉൽ അവ്വലിൽ കൊടുക്കുക. അതിന് 15000ത്തിന് സക്കാത്ത് ഇല്ലല്ലോ. 15000 പിന്നെ ഉറുപ്പിക എന്ന് പറഞ്ഞ നിസാബിനേക്കാൾ താഴെയുള്ള സംഖ്യയല്ലേ. പക്ഷെ അതങ്ങനെയല്ല കണക്ക്. ഇവിടെ റബീഉൽ അവ്വൽ, അടുത്ത റബീഉൽ അവ്വൽ അവന്റെ അടുക്കൽ 45,000 രൂപയുണ്ട്. നജീബ് സുബൈർ ചോദ്യം ചോദിച്ചത് സിനു ആണല്ലേ, ആയിക്കോട്ടെ. ആ ചോദ്യം ചോദിച്ച ആള് ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടാവുന്നു കരുതുന്നു. അടുത്ത റബീഉൽ അവ്വലിൽ അവന്റെ അടുക്കൽ എത്ര ഉണ്ട്? 45,000 റുപ്യ ഉണ്ട് ഇപ്പൊ അല്ലേ. ഈ മുഹറത്തിൽ 15,000 കിട്ടി, സഫറിൽ 15,000 കിട്ടി, അപ്പൊ 30,000 ആയി. അടുത്ത സഫറിൽ 30,000ത്തിന് സക്കാത്ത് അവൻ കൊടുത്തു. 30,000ന്റെ 2% സക്കാത്ത് കൊടുത്ത്. പിന്നെ റബീഉൽ അവ്വലിൽ അവൻ എന്തുണ്ട്? അവന്റെ അടുത്ത് 45,000 ഉണ്ട്. പക്ഷെ ഈ 45,000ത്തിന്റെ പിന്നെ സഫർ അവസാനത്തിൽ അവന്റെ അടുത്ത് 45,000 ഉണ്ട്. പക്ഷെ ഒരു വർഷം പൂർത്തിയായ എത്ര പൈസയേ ഉള്ളൂ അവന്റെ അടുക്കല്? 30,000 ഉള്ളൂ. 15,000ത്തിന് ഒരു വർഷം പൂർത്തിയായിട്ടില്ല. 15,000ത്തിന് പിന്നെ 11 മാസമേ പൂർത്തിയായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിലെ സക്കാത്ത്, ആ 15,000ത്തിന്റെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? റബീഉൽ അവ്വൽ വരണം. അപ്പൊ സഫർ അവസാനത്തിൽ അവൻ 30,000ത്തിന്റെ 2% കൊടുക്കുകയും റബീഉൽ അവ്വൽ അവസാനത്തിൽ അവന്റെ അടുക്കൽ 45,000 ഉറുപ്പികയുണ്ട്. പക്ഷെ 30,000ത്തിന് സക്കാത്ത് കൊടുക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി 15,000ത്തിന് സക്കാത്താണ് കൊടുക്കാൻ ബാക്കിയുള്ളത്. പക്ഷെ നിസാബ് തയ്യുന്ന സംഖ്യ അവന്റെ അടുക്കലുണ്ട്. 45,000 ഉണ്ടല്ലോ, നിസാബ് തയ്യുന്ന സംഖ്യ ഉണ്ടല്ലോ. എന്നിട്ട് ആ നിസാബ് തികയുന്ന 45,000ത്തിലെ 30,000ത്തിന്റെ സക്കാത്ത് കഴിഞ്ഞ മാസം അവന് കൊടുത്തു. ഇനി 15,000ത്തിന് സക്കാത്ത് അവന് കൊടുക്കേണ്ടത്. അതിന്റെ 2% ഈ റബീഉൽ അവ്വലിൽ കൊടുക്കുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനേക്കാൾ സുഖം തട്ടുണ്ട് എളുപ്പം. നിസാബ് തികഞ്ഞോടെ മുതൽ ഒരു വർഷം ആവുന്ന സമയത്ത് അതിന്റെ മാത്രമല്ല, അതിന്റെ ഇടയിൽ വന്ന് ചേർന്ന സംഖ്യന്റെ സക്കാത്താണ് കൊടുക്കുക. എന്നാൽ പിന്നെ അതിനെ കണക്കൂട്ടാനൊക്കെ കുറച്ച് സുഖമാണ് അല്ലേ. സഫറിലാണ് മുഹറം 15,000 കിട്ടി, മുഹറത്തിൽ 15,000 കിട്ടി, സഫറിലും 15,000 കിട്ടി. അപ്പൊ 30,000 ആയി. അപ്പൊ നിസാബ് തികയുന്ന സംഖ്യയായി. റബീഉൽ അവ്വലിൽ 15,000 കിട്ടിയിരിക്കുന്നു. റബീഉൽ ആഖിറിലൊക്കെ 15,000 കിട്ടിയിരിക്കുന്നു. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത സഫർ അവസാനത്തിൽ അവന്റെ അടുക്കൽ ഒരു 1-2 ലക്ഷം റുപ്യൊക്കെ ഉണ്ട്. 2 ലക്ഷം റുപ്യൊക്കെ ഉണ്ട്. പക്ഷെ ആ 2 ലക്ഷത്തിൽ നിന്ന് ഞാൻ സുമാർ പറയാൻ 2 എന്നുള്ളത് ഓരോ മാസം അവന്റെ അടുക്കൽ വന്ന ഈ വരുമാനം ഇങ്ങനെ കൂട്ടി 2 ലക്ഷം റുപ്യ ഉണ്ട് എന്ന് ഒരു ഉദാഹരണത്തിൽ പറയാം. പക്ഷെ അതിൽ നിന്ന് 30,000 ഉറുപ്പികയുടെ വർഷമേ പൂർത്തിയായിട്ടുള്ളൂ സഫർ അവസാനത്തിൽ. ബാക്കി 1,70,000ത്തിന്റെ ഒരു വർഷം പൂർത്തിയായിട്ടില്ല എങ്കിലും ആ സഫർ അവസാനത്തിൽ തന്നെ ആ 30,000ത്തിന്റെ ഒരു വർഷം പൂർത്തിയായ സമയത്ത് തന്നെ അവന്റെ കയ്യിലുള്ള എല്ലാ സംഖ്യയുടെയും സക്കാത്താണ് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ ഓരോ മാസം, അടുത്ത മാസം പിറ്റത്തെ മാസം വേറെ കണക്ക് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവന് ഏറ്റവും സൗകര്യം അതായിരിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടാവൂല്ലോ അല്ലേ? മനസ്സിലായിക്കണ ഈ ചോദിച്ചത്? ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവൂല്ലോ അല്ലേ? സുബൈർ ഹുദ, അത് അമീർ ഇരിങ്ങല്ലൂർ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എനിക്ക് വയറുവേദന തുടങ്ങിയിട്ട് 3 ദിവസമായി. ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫളൽ കൊണ്ട് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ശക്തി ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ശ്ഫിഹി ശിഫാഅൻ താമൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദെ, മൂക്ക് കുത്താമോ എന്നാണ് മറ്റൊരു ചോദ്യം. മൂക്കുത്താൻ പാടുണ്ടോന്നല്ലേ? ഇല്ല, മൂക്കുത്താൻ പാടില്ല. മൂക്കുത്തൽ ഹറാമാണ്. പുരുഷന്മാർക്കും ഹറാമാണ്, സ്ത്രീകൾക്കും ഹറാമാണ് മൂക്കുകുത്തൽ. മൂക്കുത്തൽ ഹറാമാണേ. സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം, മൂക്കുകുത്തൽ ഹറാമാണ്. പിന്നെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അടുക്കൽ കാതുകുത്തലും ഹറാമാണെന്ന, പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും. പെണ്ണുങ്ങൾക്ക് കാതുകുത്തൽ ഹറാമാണെന്ന നല്ലൊരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. മൂക്ക് മാത്രമല്ല, കാതുകുത്തൽ തന്നെ. എന്നാൽ ബഹുമാനപ്പെട്ട ദർക്കശി ഇമാം, അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെ പ്രബലമായ വേറെ ചില പണ്ഡിതന്മാർ, ഇവരൊക്കെ പ്രബലമാക്കിയ അഭിപ്രായം അനുസരിച്ച് സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി കാത് കുത്താവുന്നതാണ്. സ്ത്രീകൾക്ക് അവർക്ക് ഭംഗി നൽകാൻ വേണ്ടി കാത് കുത്താവുന്നതാണ്. എങ്ങനെയാലും മൂക്കുത്താൻ പാടില്ല എന്നാണ്.
അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ വലിയവരാവട്ടെ ചെറിയവരാവട്ടെ മൂക്ക് കുത്തൽ ഹറാമാകുന്നു. എന്നാൽ സ്ത്രീകൾക്ക് കാത് കുത്തൽ അനുവദനീയമാണ് എന്ന് പല ഉലമാക്കളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് അത് അനുവദനീയമാകുന്നു. ഏത്? കാത് മൂക്കല്ല, കാതുകുത്തല്. പുരുഷന്മാർക്ക് എല്ലാം ഹറാമ് തന്നെയാണ്, മൂക്കുത്തലും കാതുകുത്തലൊക്കെ ഹറാമ് തന്നെയാണ്. മൊത്തത്തിൽ പൊതുവെ മുത്തലക്കായിട്ട് മൂക്ക് കുത്തൽ ഹറാമായിരിക്കുന്നു. പിന്നെ ആൺകുട്ടിയുടെ കാത് കുത്തലും ഹറാമാണ്. ആണിന്റെയും പെണ്ണിന്റെയും മൂക്ക് കുത്തലും ആണിന്റെ പിന്നെ കാത് കുത്തലും ആണിന്റെയും പെണ്ണിന്റെയും മൂക്കുകുത്തൽ ഹറാമാണ്, ആണിന്റെ കാത് കുത്തലും ഹറാമാണ്. എന്നാൽ പെണ്ണിന്റെ കാത് കുത്തൽ ഭംഗിക്ക് വേണ്ടി അനുവദനീയവുമാണ്. പിന്നെ അതിന് കാരണം തന്നെ പറഞ്ഞത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബിയാത്ത് പല സ്ത്രീകളും ഇസ്ലാം മതം വിശ്വസിച്ചല്ലോ. ഏത് സ്ത്രീകൾ? ആദ്യം അവർ കാഫിര്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ ഇസ്ലാം മതം വിശ്വസിച്ചു. അവരിൽപ്പെട്ട പലരും കാത് കുത്തിയിരുന്നു. റസൂൽ അത് നിരോധിച്ചിട്ടില്ല. ഇനി മുതൽ നിങ്ങൾ കാത് കുത്തരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് കാത് കുത്തൽ അനുവദനീയമാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഉസ്താദെ, സാധാരണ മെൻസസ് ഉണ്ടാകുന്ന ഡേറ്റ് ആകുന്നതിന് മുമ്പ് 1-2 തുള്ളി രക്തം ഇടയ്ക്കിടെ കാണുന്നു, ഇതിന്റെ വിധി എന്താണ്? സാധാരണ മെൻസസ് ഉണ്ടാകുന്ന ഡേറ്റ് ആകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാല്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് എല്ലാ മാസം 20-ാം തീയതിയാണ് മെൻസസ് ഉണ്ടാവാറ്. പക്ഷെ ഈ പ്രാവശ്യം 20-ാം തീയതിക്ക് മുമ്പ് മെൻസസ് ഉണ്ടായി, അതാണോ? അതുകൊണ്ടൊന്നും ഹൈലാവാതിരിക്കൂല. ഞാൻ ഈ പറഞ്ഞ എന്റെ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്കല്ലു തുഹുർ, അതായത് ശുദ്ധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ്. അതറിയാലോ അല്ലെ? ഏറ്റവും കൂടുതൽ ഹൈദ് ഉണ്ടാവല് എത്ര ദിവസമാണ്? 15 ദിവസം. ഏറ്റവും കൂടുതൽ ഹൈദ് ഉണ്ടായാൽ അപ്പൊ ചുരുങ്ങിയ ശുദ്ധിയ പിന്നെ ഉണ്ടാകുക അല്ലെ? എല്ലാ മാസം ഹൈദ് ഉണ്ടാവുന്ന സ്ത്രീയാണെന്ന് വെക്കുക, അവൾക്ക് എന്തുണ്ടായി? 15 ദിവസം ഹൈദ് ഉണ്ടായി. എന്നാൽ പിന്നെ എത്ര ശുദ്ധി ഉണ്ടാവുള്ളൂ? 15 ദിവസമേ ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോൾ അക്സറുൽ ഹൈദ് 15 ദിവസമാണ്. 15 ദിവസമാണ് ഹൈദിൽ നിന്ന് ഏറ്റവും അധികരിച്ചത്. അങ്ങനെ അധികരിച്ച ഹൈദ് ഉണ്ടായാലും പെണ്ണിന് ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി ഉണ്ടാവുള്ളൂ അല്ലേ? 15 ദിവസം അപ്പൊ ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കഴിഞ്ഞ പ്രാവശ്യം ഹൈദ് ഉണ്ടായി 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പാണ് പിന്നീട് രക്തം കണ്ടു നിൽക്കുക. എന്നാൽ അത് ഹൈദല്ല, അത് രോഗമാണ്. മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് ഹൈദുണ്ടായി ശുദ്ധിയായി കുളിയൊക്കെ കഴിഞ്ഞ്, എന്നിട്ട് പിന്നെ 15 ദിവസം ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി 15 ദിവസമല്ലോ, ആ 15 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് വീണ്ടും രക്തം കണ്ടു. എന്നാൽ അത് ഹൈദല്ല, അത് രോഗമാണ്. അന്ന് അവൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതേ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഹൈദുണ്ടായി കുളിച്ച് ശുദ്ധിയായി പിന്നെ 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് പിന്നെ രക്തം കാണുന്നത്. എന്നാൽ ഈ രക്തമോ? എന്നാൽ ഈ രക്തം ഒരു ദിവസത്തിനേക്കാളും ചുരുങ്ങിയതാണ് എങ്കിൽ അത് ഹൈദല്ല, രോഗമാണ്. കാരണം എന്താണ്? ഹൈദിന് ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസമാണ്. ഒരു രാപ്പകൽ രക്തം കാണണം, നല്ലത് ഹൈദാവുള്ളൂ. അതിന്റെ അർത്ഥം രാപ്പകൽ ഒന്നാകെ രക്തം കാണുക എന്നുള്ളതല്ല. അവൾക്ക് ആകെ വന്ന രക്തം ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു രാവും പകലും പുറപ്പെടുന്ന രക്തത്തിന്റെ അത്ര ആയിട്ടുണ്ട്, എന്നാൽ അത് ഹൈദാണ്. എന്നാൽ അത്ര ആയിട്ടില്ല നിൽക്കുക, എന്നാൽ അത് ഹൈദുമല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഹൈദുണ്ടായി 15 ദിവസം പൂർത്തിയായ ശേഷമാണ് രക്തം കണ്ടത് എങ്കിലും, പക്ഷെ ആ രക്തം കണ്ടത് കുറച്ച് സമയം മാത്രം രക്തം കണ്ടത്, 1-2 തുള്ളി രക്തം കണ്ടു. പിന്നെ കുറെ മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ 1-2 ദിവസം പിന്നെ തീരെ രക്തം കണ്ടില്ല. എന്നാൽ അത് ഹൈദല്ല, അത് രോഗമാണ്. അവർക്ക് നിസ്കാരം നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇനി അതേ സമയത്ത് 15 ദിവസം കഴിഞ്ഞ ശേഷം അവർക്ക് രക്തം കണ്ടു, പക്ഷെ ആ രക്തം പിന്നെ ഒരു ദിവസം തുടർച്ചയായി രക്തം കണ്ടു, എന്നാൽ ഹൈദാണ്. അതിൽ ഒരു ദിവസം തുടർച്ചയല്ല, കുറച്ചു നേരം കണ്ട് ഞാൻ കുറച്ചു നേരം രക്തം കാണില്ല, കുറച്ചു കൂടി നേരം കഴിഞ്ഞ് വീണ്ടും കണ്ടു, അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ കുറച്ച് കണ്ട് കുറച്ച് നേരം പിന്നെ രക്തം കാണില്ല, അതിന്റെ പിറ്റേ ദിവസം അങ്ങനെ 2-3 ദിവസം അങ്ങനെ രക്തം ഇങ്ങനെ കണ്ടു. ആ 2-3 ദിവസത്തെ രക്തം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പുറപ്പെട്ട രക്തത്തിന് എത്ര ഉണ്ടാകും. എന്നാൽ
അത് ഹൈദാകുന്നു, അതല്ലെങ്കിൽ ഹൈദല്ല എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഓരോ രക്തപേരൊക്കെ തൂക്കി നോക്കണം അല്ലെങ്കിൽ അളന്നു നോക്കണം എന്നല്ല. സുമാർ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്നലെ 1 മണിക്കൂർ പുറപ്പെട്ട് പിന്നെ 2 മണിക്കൂർ പിന്നെ രക്തം കണ്ടില്ല, പിന്നെ 2 മണിക്കൂർ വീണ്ടും ഉണ്ടായി, പിന്നെ 2 മണിക്കൂർ ഉണ്ടായിട്ടില്ല, പിന്നെ 2 മണിക്കൂർ ഉണ്ടായി, അങ്ങനെ 2 ദിവസമൊക്കെ ആയി നിൽക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുമല്ലോ ഏകദേശം ഇപ്പോൾ ഒരു ദിവസം ഉണ്ടാവുന്ന, ഒരു ദിവസം പൂർണ്ണമായും മുഴുവൻ രാവും പകലും പുറപ്പെടുന്ന രക്തത്തിന്റെ അത്ര പിന്നെ ഇപ്പോൾ ആയിട്ടുണ്ട്, 2-3 ദിവസം കൊണ്ട് ആയിട്ടുണ്ട് എന്ന് ആ സഹോദരിക്ക് അറിയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഹൈദാണ്, അതല്ലെങ്കിൽ ഹൈദുമല്ല. ഈ പറഞ്ഞ ഉദ്ദേശത്താണ് ഹൈദായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം വേണം, ഒരു ദിവസം മുഴുവൻ രക്തം പുറപ്പെടണം. അതിന്റെ അർത്ഥം എല്ലാ 24 മണിക്കൂറും തുടർച്ചയായി രക്തം പുറപ്പെടുക എന്നല്ല. ഇടക്ക് പുറപ്പെടുന്നു, ഇടക്ക് പുറപ്പെടുന്നില്ല, ഇടക്ക് പുറപ്പെടുന്നു, ഇടക്ക് പുറപ്പെടുന്നില്ല. എന്നാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം പുറപ്പെടുന്ന രക്തം ഉണ്ടാകും എങ്കിൽ അത് ഹൈദാണ്, അതിൽ ഹൈദല്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് അതൊന്ന് ശരിക്ക് വിശദീകരിച്ച് തരാൻ പറഞ്ഞാൽ മതി എന്നറിയിക്കാം. ഞാൻ ഇവിടെ ഇവിടെ ക്ലാസ് റൂമിലുള്ള ആളോടല്ലേ പറഞ്ഞത്. ഇവിടെ മങ്ങേപ്പുറത്ത് സ്ത്രീകളുടെ സഹോദരിമാരുടെ മജ്ലിസ് ഉണ്ട്, അവര് അവിടെ ഇന്ന് കേൾക്കുന്നുണ്ട്, അവരോടാണ് ഈ പറയുന്നത്. പിന്നെ സുന്നത്ത് കഴിക്കാത്ത കുട്ടിയെ ചാരി നിസ്കരിക്കാമോന്ന്. സുന്നത്ത് നിസ്കരിക്കാത്ത കുട്ടിയെ ചാരി നിസ്കരിക്കുകയോ ചെയ്യാം, അതൊന്നും വിഷയമൊന്നുമില്ല. നജസ് നിസ്കരിക്കുന്ന ആളുടെ ശരീരമോ വസ്ത്രമോ നജസ് സ്പർശിക്കരുത്, നജസുമായി ചേരരുത്, അത്രേ ഉള്ളൂ. സുന്നത്ത് കർമ്മം സുന്നത്ത് നിസ്കരിക്കാത്ത സുന്നത്ത് കർമ്മം ചേരാകർമ്മം നിർവഹിക്കാത്ത ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ സുന്നത്തെല്ലാം കഴിച്ചിട്ടില്ല. അങ്ങനത്തെ കുട്ടിയെ ചുമന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ചുമന്ന് നിസ്കരിക്കാം. ആ കുട്ടിയുടെ പിന്നെ ശരീരത്തിന് നജസൊന്നുമില്ലെങ്കിൽ, ഇതുണ്ടല്ലോ ആ ലിംഗം, അതിന്റെ ആ തോല്, അതിന്റെ ഉള്ളിൽ രക്തം പിന്നെ മൂത്രമൊന്നും ഇല്ല നിൽക്കുക, എന്നാൽ ആ കുട്ടിനെ ചുമന്നുകൊണ്ട് നിസ്കരിക്കാം. അതല്ല ഇനി ആ കുട്ടിയുടെ ആ ചർമ്മത്തിന്റെ ഉള്ളില് പിന്നെ ചിലപ്പോൾ മൂത്രമൊക്കെ ഉണ്ടാവുമല്ലോ, മിക്കവാറും മൂത്രമൊക്കെ ഉണ്ടാവും. അപ്പോ ആ കുട്ടിയെ ചുമന്ന് നിസ്കരിക്കാൻ പറ്റില്ല, കാരണം നജസ് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. എന്നാൽ ആ കുട്ടിയെ ചാരിക്കൊണ്ട് നിസ്കരിച്ചൂടെ? നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടി ഒന്ന് നമ്മളെ പിടിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയെ അങ്ങനെ ചാരി കൊണ്ടാണ് നിസ്കരിക്കുന്നത്, എന്നാൽ അതുകൊണ്ടൊന്നും വിരോധമില്ല. കാരണം ആ നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രമോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുടെ ശരീരമോ നജസുമായി കണ്ടുമുട്ടാതിരുന്നാൽ മതി, നജസുമായി ചേരാതിരുന്നാൽ മതി. ഇത് കുട്ടിയുടെ ശരീരം മുഴുവൻ നജസൊന്നുമില്ലല്ലോ. ആ കുട്ടിയുടെ ലിംഗത്തിന്റെ ഉൾഭാഗം ആ തോലിന്റെ ഉള്ളിലല്ലേ പിന്നെ മൂത്രം ഉണ്ടാകുക. അത് നിസ്കരിക്കുന്ന ആളുടെ ശരീരമോ അല്ലെങ്കിൽ വസ്ത്രമോ അവിടെ തട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചാരി നിസ്കരിച്ചാലൊക്കെ നിസ്കാരം സഹിയാകും. പക്ഷെ അവിടെ മൂത്രം ഉണ്ട് എങ്കിൽ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല, അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് മഹല്ല് കമ്മിറ്റി, മഹല്ല് കമ്മിറ്റിയിലുള്ള പൈസക്ക് സക്കാത്ത് ഉണ്ടോന്ന്? ഇല്ലില്ല. സക്കാത്ത് നിർബന്ധമാണെങ്കിലേ, സക്കാത്ത് ആർക്കാ നിർബന്ധം? ഒരാളുടെ മിൽക്കിൽ, ഒരാളുടെ ഉടമസ്ഥതയിൽ സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യ വേണം, മുതൽ വേണം, എന്നാലാണ് സക്കാത്ത്. അതല്ലാതെ ഒരു പൊതു ജിഹത്ത നിൽക്കുക, മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ ട്രഷറി ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ടാകുന്ന പൈസ അതിന് സക്കാത്തില്ലാണ്. കാരണം സ്വതന്ത്രനായ ഒരു പ്രത്യേക വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഒരു നിസാബ് തികയുന്ന സക്കാത്തിന്റെ മുതലുണ്ടായി, എന്നാലാണ് സക്കാത്ത്. ഫലാ സക്കാത്ത ഫീ മാലി മസ്ജിദിന്നതാ തന്റെ ഇബാത്തൻ അങ്ങനെ തന്നെ. അപ്പോൾ ആ നിലക്ക് പിന്നെ പള്ളിയുടെ മുതൽ സക്കാത്തില്ല. കാരണം പള്ളി എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിയല്ലല്ലോ, അതൊരു ജിഹത്താണ്, ഒരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ മഹല്ല് കമ്മിറ്റിയിൽ കുറെ അധികം പൈസ ഉണ്ടായി നിൽക്കുക, അല്ലെങ്കിൽ ട്രഷറിയിൽ കുറെ അധികം പൈസ ഉണ്ടായി, അതിനൊന്നും സക്കാത്തില്ല. പിന്നെ മുടി കറുപ്പിക്കുന്നതിന്റെ ശരിക്കുള്ള വിധി എന്താ ഉസ്താദ്? ശരിക്കുള്ള വിധി എന്നാൽ എന്താ മുടി കറുപ്പിക്കുന്നതിന് ശരിക്കുള്ള വിധി എന്താ ഉസ്താദ് എന്ന് വെച്ചാൽ, ചിലപ്പോ ഈ ചോദ്യം ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ചിലപ്പോ വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകളൊക്കെ മുടി കറുപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനൊക്കെ ഉണ്ട് അല്ലേ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല വലിയ വലിയ പണ്ഡിതന്മാര്, നല്ല ആബിദീങ്ങളായ പല ആളുകളും കാണാൻ മുടിയൊക്കെ കറുപ്പിച്ച് നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ചോദ്യം. മുടി കറുപ്പിക്കുന്നതിന് ശരിക്കുള്ള വിധി എന്താന്ന്? മുടി കറുപ്പിക്കുന്നത് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് മാത്രമാണ് ഹറാം.
മാലിക്കി മദ്ഹബാവട്ടെ, ഹനഫി മദ്ഹബാവട്ടെ, ഹംബലി മദ്ഹബാവട്ടെ മുടി കറുപ്പിക്കൽ ഹറാമല്ല, തൻസീഹിന്റെ കറാഹത്താണെന്ന്. തൻസീഹിന്റെ കറാഹത്താണ് ഹറാമിന്റെ കുറ്റം ഇല്ലാത്ത കറാഹത്ത് ആണ് മുടി കറുപ്പിക്കൽ. എന്നാൽ ഷാഫി മദ്ഹബിലല്ല, ഷാഫി മദ്ഹബിൽ ഹറാമത്ത് തന്നെയാണ്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഹറാമത്ത് തന്നെയാണ്. എന്നാൽ ഷാഫി മദ്ഹബിലും, മദ്ഹബിന്റെ അഭിപ്രായം എന്ന് പറയാൻ പറ്റൂല, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ പല ഉലമാക്കളുടെയും അഭിപ്രായം അനുസരിച്ച് മുടി കറുപ്പിക്കൽ ഹറാമല്ല, തൻസീഹിന്റെ കറാഹത്താണെന്ന് അഭിപ്രായക്കാരുണ്ട്. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായം അങ്ങനെയാണ്, കറാഹത്താണെന്ന്. അതിന് തഹരീമിന്റെ കറാഹത്തുമല്ല, തൻസീഹിന്റെ കറാഹത്താണ്. പിന്നെ മദ്ഹബ് മാറുന്ന വേണ്ട, മദ്ഹബ് മാറുകൊണ്ട് കുഴപ്പമില്ല, മദ്ഹബ് മാറുന്നു വേണ്ട. പിന്നെ ഗസ്സാലിമാമിന്റെ അഭിപ്രായം അതാണല്ലോ. ഗസ്സാലിമാമാണെങ്കിലോ ഷാഫി മദ്ഹബുകാരനാണേനും മദ്ഹബ് തഖ്ലീദ് ചെയ്ത് അങ്ങനെ ചെയ്യാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഷാഫി മദ്ഹബിൽ മറ്റു മദ്ഹബിൽ മുടി കറുപ്പിക്കൽ ഹറാമാണ് എപ്പോ വഞ്ചന അത് വരുമെങ്കിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെണ്ണ് ഒരു മുടിയൊക്കെ നിറച്ച പെണ്ണാണ്, മുടിയൊക്കെ നിറച്ചൊരു പെണ്ണാണ്. ആ പെണ്ണിനെ ഒരു പുതിയാപ്പള കാണാൻ വരുന്നുണ്ട്. അപ്പൊ ആ പുതിയാപ്പളുടെ പേരെന്ന് പെണ്ണുങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇനി പുതിയാപ്പളക്ക് ഇപ്പൊ അവിടെ കാണാൻ പറ്റുമോ എന്നുള്ള, തലമുടി കാണാൻ പറ്റുമോ, മുഖവും മുങ്കയിലോ കാണാൻ പറ്റുള്ളൂ, പെണ്ണ് കാണാൻ വരുമ്പോ എന്നുള്ള ചോദ്യം വരുന്നുണ്ടാ. ആ പുതിയാപ്പളുടെ വീട്ടിൽ നിന്നേ പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട് ഓളെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇവളെ മുടിയൊക്കെ ആകെ നിറച്ചോളാം. അപ്പൊ പിന്നെ ഇവള് യുവതിയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ മുടി കറുപ്പിക്കുക. അപ്പൊ അതൊരു വഞ്ചനയാണല്ലോ അല്ലെ, ഒരു വഞ്ചന. അപ്പൊ അത് ഹറാമാണ്, വഞ്ചന ഹറാമാണ്. അത് മറ്റുള്ള മദ്ഹബിലും ഹറാമ് തന്നെയാണ്. നമ്മുടെ മദ്ഹബിലാണ് വഞ്ചന ആവുമെന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ഹറാമാണെന്ന്. യുദ്ധാവശ്യത്തിന് മാത്രമേ ഒരു നിറച്ച യോദ്ധാവാണ്, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവാണ്, ആളെ മുടിയൊക്കെ നിറച്ചിരിക്കുന്നത്. അപ്പൊ ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, മുടി കറുപ്പിക്കാന്ന്. ഞാൻ വയസ്സൊന്നല്ല, ഞാൻ നല്ല യുവാവാണ് എന്നവരെ തോന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, മുടി കറുപ്പിക്കാം. അത് അനുവദനീയമാണ്. അല്ലാത്ത സമയത്ത് മുടി കറുപ്പിക്കൽ ഹറാമാണെന്നാണ് ഷാഫി മദ്ഹബ്. എന്നാൽ വഞ്ചന ഉണ്ടെങ്കിൽ മാത്രമേ ഹറാമുള്ളൂ എന്നാണ് മറ്റു മദ്ഹബുകൾ. അല്ലാത്ത സമയത്ത് മുടി കറുപ്പിക്കൽ ഹറാമല്ല, തഹരീമിന്റെ കറാഹത്തുമല്ല, വെറും തൻസീഹിന്റെ കറാഹത്ത് മാത്രമാണെന്നാണ് മറ്റു മദ്ഹബുകൾ അതാ പറഞ്ഞത്. പിന്നെ വുളൂ സഹിയാകുമോ എന്ന്, മുടി കറുപ്പിച്ചാൽ വുളൂ സഹിയാകുമോ? അത് കറുപ്പിക്കുന്ന വസ്തുവിന്റെ സ്ഥിതി അനുസരിച്ച് വുളൂ സഹിയാവാതിരിക്കട്ടെ. സാധാരണ നമ്മുടെ മൈലാഞ്ചി ഉണ്ടല്ലോ, ആ മൈലാഞ്ചി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കറുപ്പിക്കുന്നതെങ്കിൽ വുളൂ സഹിയാകും. കാരണം മുടിയുടെ കളർ മാത്രമേ അണ്ട് മാറ്റുന്നുള്ളൂ. ആ കറുപ്പിക്കുന്ന വസ്തുവിന്റെ തടി മുടിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല നിൽക്കുക, അങ്ങനത്തെ സാധനമാണ്. എന്നാൽ വുളൂ ചേരുകയും ചെയ്യും. സാധാരണ മൈലാഞ്ചിത്താൽ എന്താണ്, ആ മൈലാഞ്ചിന്റെ തടി ഉണ്ടല്ലോ അത് മുടിമ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ആ മുടിന്റെ കളർ മാത്രമേ മാറുള്ളൂ. അപ്പൊ ആ രീതിയിലാണെങ്കിൽ വുളൂ സഹിയാകും. അതല്ല ഇനി പ്രത്യേകമായ കെമിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനമാണ്. അപ്പൊ ആ മുടിമ അതിന്റെ ആ കറുപ്പിക്കുന്ന വസ്തുവിന്റെ തടി ഒട്ടിപ്പിടിക്കും നിൽക്കുക എങ്കിലാണെങ്കിലോ, അങ്ങനെയാണെങ്കിലോ വുളൂ സഹിയാവൂല, കുളിച്ചാ കുളിയും സഹിയാവൂല. അപ്പൊ അത് അതിന്റെ വിഷയം അങ്ങനെയാണ്. ഇത്രയും ചോദ്യങ്ങളെ ഉള്ളൂ ഇന്ന്. പിന്നെ നോക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചില മെസ്സേജുകൾ കാണാറുണ്ട്. ചില മാസങ്ങളെ കുറിച്ച് ആദ്യം അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്ന, സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും മാസത്തെ കുറിച്ച് അങ്ങനെ വല്ല ഇല്ല? അങ്ങനത്തെ ഒരു ഹദീസ് ഇല്ല, അങ്ങനെയില്ല. അതൊക്കെ വാട്സപ്പിൽ കൂടെ പല 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 ഫിത്നകൾ നടക്കുകയാണ്. ആരാ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല. കള്ള ഹദീസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക. എന്നിട്ട് അത് ഒന്നാണ് പ്രചരിപ്പിച്ച, പിന്നെ അത് കാണുന്നതൊക്കെ പിന്നെ അവർ വേറെ അവരുടെ ഗ്രൂപ്പിലും അത് പോസ്റ്റ് ചെയ്യും. അങ്ങനെ അത് ആ കള്ള ഹദീസ് ലോകവ്യാപകമാവുക അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം ഹദീസുകളോ മറ്റൊക്കെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട ഉലമാവിനോടും മറ്റൊക്കെ ചോദിച്ചതിന്റെ നിജസ്ഥിതി വ്യക്തമായിട്ടല്ലാതെ വേറെ അത് പ്രചരിപ്പിക്കരുത്. അങ്ങനെ ഒരു ഹദീസ് ഇല്ല ഏതായാലും, അത് പിന്നെ വാസ്തവ വിരുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞത് കേട്ടത് ചോദിച്ചതൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ല കുറച്ചും ചോദ്യം കിട്ടും. സക്കാത്ത് വാങ്ങുന്ന ആളോട് അത് സക്കാത്തിന്റെ പൈസ ആണ് എന്ന് പറയൽ നിർബന്ധമുണ്ടോ? ഇല്ല, അത് നിർബന്ധമൊന്നുമില്ല. സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ സക്കാത്തിന്റെ പൈസ നീക്കി വെക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കാൻ നിർബന്ധമാണ്. ഇത് ഇന്റെ സക്കാത്താണ് എന്ന് ഒന്നുകിൽ ഈ സക്കാത്ത് കൊടുക്കുന്ന ആള് അതിന്റെ അവകാശികൾക്കാണ് കൊടുക്കുന്ന സമയത്ത് ആളെ മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ആ സക്കാത്ത് കൊടുക്കാതെ മുതൽ വേറെ നീക്കി വെക്കാണ്, ആ സമയത്ത് അത് നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ
സക്കാത്ത് വാങ്ങുന്ന ആളോട് ഇത് എന്റെ സക്കാത്താവുന്നു എന്ന് പറയാൻ നിർബന്ധമില്ല. അയാൾ അറിയന്നെ വേണ്ട, ഇത് സക്കാത്തിന്റെ മുതലാണെന്ന വിഷയം അയാൾ അറിയന്നെ വേണ്ട. അപ്പൊ അങ്ങനാളെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. താടി വടിക്കുന്നതിനെ വിധി എന്താണ്? താടി വടിക്കല് കറാഹത്താണ്, ഒരു ഹറാമാന്ന് അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമൊക്കെ ഹറാമാന്നുള്ള കാര്യം നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. അതേ നമ്മുടെ മറ്റു പല മദ്ഹബുകളിലും താടി വടിക്കൽ ഹറാമാൻ തന്നെയാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ ഹറാമാണെന്നും അഭിപ്രായമുണ്ട്, കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. അപ്പോ കറാഹത്താണ് എന്നുള്ള അഭിപ്രായത്തെ ചില ഇമാമികൾക്ക് മുഴക്കമതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ കറാഹത്താണ്, എന്നാൽ ഹറാമാണെന്ന് വളരെ അധികം നമ്മുടെ മദ്ഹബിൽ തന്നെ വളരെ പ്രഗത്ഭരായ ആലിമീങ്ങൾക്ക് ഉലമാക്കൾക്ക് അഭിപ്രായമുണ്ട്.